കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും പുകയുയർന്ന സംഭവത്തിൽ പരിശോധന ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. അത്യാഹിത വിഭാഗത്തിലെ 6-ാം വാർഡിലാണ് പുക ഉയർന്നത്. 35ഓളം രോഗികളെ 4-ാം വാർഡിൽ നിന്ന് ഒഴിപ്പിച്ചു. അതേസമയം പുക ഉയർന്നതിൽ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, എന്താണ് ഇന്ന് സംഭവിച്ചത്? ഈ പുകയ്ക്ക് അടിസ്ഥാനം എന്താണ് ഇന്നത്തെ? കഴിഞ്ഞ ദിവസം പുക പടർന്ന 5 ജീവനുകൾ പൊലിഞ്ഞ ആ സംഭവത്തിൽ വലിയൊരു വാർത്തഗതികളൊക്കെ ഉണ്ടായിരുന്നു. ആ സംഭവം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞതാ ഇപ്പോഴും ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്റർ 6-ാം ബ്ലോക്കിലാണ് അപകടം ഉണ്ടായത്. 3ഉം 4ഉം ബ്ലോക്കുകളിൽ 20ഓളം രോഗികൾ ഉണ്ടായിരുന്നു. ഈ രോഗികളൊക്കെ തന്നെയും പരിഭ്രാന്തരായി പല സ്ഥലത്തേക്ക് ഓടി മറിയുന്ന ഒരു കാഴ്ചയൊക്കെ തന്നെയാണ് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കണ്ടത്. വലിയ രീതിയിലുള്ള അത്യാഹിതം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ രോഗികളെ ഈ ഷോർട്ട് സർക്യൂട്ട്, അതായത് പ്രത്യേകിച്ച് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ട് എന്ന് സ്ഥിരീകരിച്ച ഒരു കെട്ടിടത്തിലേക്ക് എങ്ങനെയാണ് ഈ രോഗികളെ കയറ്റിയത് എന്നതിനെ സംബന്ധിച്ച് മറുപടി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാക്കണമെന്നൊരു കാര്യമടക്കം ജനപ്രതിനിധികളടക്കം ഈ പ്രതിഷേധത്തിൽ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭ്യമായ വിശദീകരണം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി വിഭാഗം അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 20ഓളം വരുന്ന രോഗികളെ ഈ ബിൽഡിംഗിലേക്ക് മാറ്റിയത് എന്നൊരു സ്ഥിരീകരണമാണ് നൽകിയത്. കോഴിക്കോട് മേയർ അടക്കം പറഞ്ഞ കാര്യം ഇത്തരത്തിൽ വലിയൊരു സംഭവം ഉണ്ടായിട്ടില്ല, ചെറിയൊരു പുക മാത്രമാണ് ഉണ്ടായത് എന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ ഓപ്പറേഷൻ തിയേറ്ററിലെ ഉപകരണങ്ങളൊക്കെ കത്തി നശിച്ചു എന്നൊരു സ്ഥിരീകരണവും വരുന്നുണ്ട്. എന്തായാലും അന്വേഷണം കാര്യക്ഷമമാക്കണമെന്ന് ആരോപിച്ചുകൊണ്ട് തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പുതിയ ബ്ലോക്കിലേക്ക് തള്ളിക്കയറുകയും പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി വലിയ രീതിയിലുള്ള വാക്കേറ്റത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നീലിമ, ഇവിടെ രോഗികളെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായോ ദിസ്ന? തീർച്ചയായും ഈ 3, 4 അതായത് പ്രധാനമായും അറിയാൻ സാധിച്ചിട്ടുള്ളത് 6-ാം നിലയിൽ അപകടം ഉണ്ടാകുന്നു. എന്നാൽ 3ഉം 4ഉം ബിൽഡിങ്ങില് ഇത്തരത്തിൽ രോഗികൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 20ഓളം രോഗികൾ എന്നാണ് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണമായി നൽകുന്നത്. പക്ഷേ ഈ രോഗികൾ ഉൾപ്പെടെ അവരുടെ കൂടെയുള്ള ആളുകൾ ഉൾപ്പെടെ ഒരു 35ഓളം ആളുകൾ ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ രോഗികളൊക്കെ തന്നെയും പരിഭ്രാന്തരാവുകയും അവരെ പിന്നീട് പഴയ കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്തു എന്ന് തന്നെയാണ് നമ്മളൊരു രോഗിയുടെ പ്രതികരണമൊക്കെ തന്നെ കേട്ടിരുന്നു. ആ പ്രതികരണത്തിൽ ഉൾപ്പെടെ രോഗി പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെ തന്നെ. വിവരങ്ങൾ പങ്കുവച്ചത്.